എഴുത്തുകാരായിത്തീരുന്ന ആളുകൾ ചുരുങ്ങിയ പക്ഷം ക്രിമിനലുകളാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സർഗാത്മകത ഹിംസാത്മകതയെ ചെറുക്കും എന്നാണ് ഞങ്ങളൊക്കെ എപ്പോഴും പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ലോകത്തെമ്പാടും ഹിംസാത്മകത വർദ്ധിച്ചു വരുന്നു. വലിയ തോതിലുള്ള യുദ്ധങ്ങൾ, പരസ്പര വൈരങ്ങൾ, വിദ്വേഷം, വെറുപ്പ്, അകൽച്ച, അതൊക്കെ മാനവരാശിക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ യുദ്ധ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളല്ല. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ആയുധ വ്യവസായത്തിലും യുദ്ധ വ്യവസായത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു 4-5 മാസം മുമ്പ് പങ്കെടുത്തൊരു പരിപാടി 18,000 കുട്ടികളുടെ പേര് വിളിച്ചു പറഞ്ഞൊരു പരിപാടിയാണ്. പലയിടത്തും അത് നടന്നിരുന്നു. അത് ഗസയിൽ മരിച്ച കുട്ടികളുടെ പേരുകളായിരുന്നു. ഒരു ലിസ്റ്റ് എടുത്ത് വായിച്ചു. അത് ആ കുട്ടികളെ അറിയാൻ വേണ്ടി മാത്രമല്ല, ഇനി മേലിൽ അങ്ങനെ കുട്ടികൾ കൊല ചെയ്യപ്പെടരുത് എന്ന് ലോകത്തെ ഉദ്ബോധിപ്പിക്കാനാണ്. ഒരു കുറ്റവും ചെയ്യാത്ത കുട്ടികൾ ഗസയിൽ, പലസ്തീനിൽ, അപ്പുറത്ത് ഇസ്രായേലിൽ, ഇവിടെ ഇറാനിൽ, ഉക്രൈനിൽ, റഷ്യയിലൊക്കെ ഈ കോവിഡിന് ശേഷവും എത്രയോ കൊല ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഹിംസാവാസന ലോകത്ത് പെരുകി വരുന്നു. വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രം, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം മനുഷ്യനെ തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുന്നു. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാവാം, നിറത്തിൻ്റെ പേരിലാവാം, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, വംശത്തിൻ്റെ, മതത്തിൻ്റെ ഒക്കെ പേരിലാകാം. പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം അകൽച്ചകൾ, ഹിംസകൾ, യുദ്ധങ്ങൾ, വെറുപ്പ് ഒക്കെ വ്യാപിക്കുമ്പോൾ സർഗാത്മകത സ്നേഹത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. സ്നേഹം, സൗഹാർദ്ദം, മൈത്രി, പാരസ്പര്യം, മാനവികത, ഇങ്ങനെ ചില മൂല്യങ്ങളെയാണ് ലോകത്തെ സാഹിത്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇവിടെ അബ്ദുൽ സലാം മാട്ടുമ്മലിൻ്റെ ഈ കൃതി കൂട്ടക്കടവ് അത്തരത്തിലൊരു പുസ്തകമാണ്. അത് പ്രണയത്തെ ശാശ്വതീകരിക്കുന്നു. പ്രണയം എന്നത് ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു വകഭേദമാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അതിപ്രശസ്തമായൊരു കവിതയിൽ പ്രേമം എന്നാണ് അദ്ദേഹം സ്നേഹത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, ഭക്തി അനുരാഗദയാദിവപുസ്സ പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. ഭക്തി, അനുരാഗം, ദയ, പ്രണയം, കാരുണ്യം എന്നിങ്ങനെ പല പര്യായങ്ങളിൽ സ്നേഹം അറിയപ്പെടുന്നു. ആ കവിത ഒരു നീണ്ട കവിതയാണ്. അതിൽ പലയിടത്തും അദ്ദേഹം പലതും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുകൃമിയിലുമുണ്ടതിൻ പരിസ്ഫുരണം. അതിന് ജാതി മതമൊന്നും വ്യത്യാസമില്ല. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലും അയ്യൻ പുലയനിലും എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരിലും സ്നേഹമാണ് പ്രകാശിക്കുന്നത്. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. എൻ്റെ അടുത്തിരിക്കുന്ന താജ് ബക്കർ എന്ന അനുജനെ, ഷൗക്കത്ത് അലി എന്ന അനുജനെ, അബ്ദുൾ സലാം എന്ന അനുജനെ കാണാൻ എനിക്ക് കണ്ണില്ലെങ്കിൽ അരൂപനായ ഈശ്വരനെ ഞാൻ ഒരിക്കലും കാണുകയില്ല. ഞാനിത് പറയാനല്ല ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ എന്ന സങ്കല്പം എഴുത്തുകാരെ സംബന്ധിച്ച് നമ്മുടെ കൂടെയുള്ള മനുഷ്യരിലാണ് ഈശ്വരനുള്ളത്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഈശ്വരീയമായ ഒരനുഭവമാണ്. അതിൻ്റെ ഒരു വലിയ വികാസം അബ്ദുസലാമിൻ്റെ ഈ നോവലിലുണ്ട്. കൂട്ടക്കടവ് എന്നത് സുന്ദരികളും സുന്ദരന്മാരും, അതുകൊണ്ടായിരിക്കും ഇവിടെ നോക്കുമ്പോൾ സുന്ദരികളെയും സുന്ദരന്മാരെയും മാത്രമേ കാണാനുള്ളൂ. ഇത് പൊന്നാനിക്ക് മാത്രമുള്ളൊരു സവിശേഷതയാണ്. വിരൂപരായിട്ടുള്ള ഒരാളും പൊന്നാനിയിൽ ഇല്ല. അതെന്തുകൊണ്ടാണ് സൗന്ദര്യം ഉണ്ടായത്? നിങ്ങൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും വായിച്ചിട്ടുണ്ടോ? നിർബന്ധമായി വായിക്കേണ്ട ഒരു പുസ്തകമാണ്. എങ്ങനെയാണ് മനുഷ്യന് സൗന്ദര്യം ഉണ്ടാകുന്നത്? അത് ഉറൂബ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സന്ദർഭം, വലിയ നോവലാണല്ലോ, സന്ദർഭം മാത്രമാണ്. അതിൽ ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം മതം മാറി സുലൈമാനായി.
ഇരുമ്പൻ ഗോവിന്ദൻ നായർ മതം മാറിയപ്പോൾ ഇരുമ്പൻ സുലൈമാനായി. ഇരുമ്പൻ എന്ന പേര് പോയില്ല. പക്ഷെ സുലൈമാൻ കലായിൽ മരച്ചാപ്പയിൽ ജോലി ചെയ്യുമ്പോൾ മരച്ചാപ്പയ്ക്കടുത്ത് ചായക്കച്ചവടം നടത്തിയിരുന്ന ഖദീജ എന്ന 2 കുട്ടികളുള്ള ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. പണ്ട് അയാൾ നാട്ടിൽ ജീവിച്ച കാലത്ത് അയാൾക്കൊരു പ്രണയിനി ഉണ്ടായിരുന്നു. ആ പ്രണയിനി ഒരു ലഹളക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി. പിന്നീടാണ് അയാൾ ഖദീജയെ സ്വീകരിച്ചത്. ഒരു ചെറുപ്പക്കാരൻ അക്കാലത്ത് കല്ലായിപ്പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. സുലൈമാൻ അയാളെ രക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പണ്ട് ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് ഇയാൾക്ക് തൻ്റെ പ്രണയിനിയിലുണ്ടായ മകനാണ് ഈ ചാവാൻ പോയ വിശ്വനാഥൻ. ഇയാളിപ്പോൾ സുലൈമാനാണ്, ഖദീജയുടെ കെട്ടിയോനാണ്, 2 കുട്ടികളായിട്ട് കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഖദീജയോട് പോയിട്ട് ഞാൻ പണ്ട് ഗോവിന്ദൻ നായരായിരുന്നെന്നും എനിക്കൊരു മകനുണ്ടായിരുന്നു, അവനാണ് ഈ പുഴയെ ചാവാൻ പോയതെന്നും പറഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും? ഒരു സാധാരണ വീട്ടമ്മയാണ് ഖദീജ. പക്ഷേ സത്യസന്ധനായതുകൊണ്ട് ഇതൊക്കെ ഭാര്യയോട് തുറന്നു പറയാൻ സുലൈമാൻ തീരുമാനിച്ചു. സുലൈമാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഖദീജയുടെ മുഖത്തേക്ക് നോക്കി. ഈ അമ്പരപ്പിക്കുന്ന വാർത്ത കേട്ട് അവളുടെ മുഖത്ത് വല്ല സ്തോഭ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ആ മുഖത്തൊരു ഭാവഭേദവുമില്ല. അപ്പോൾ സുലൈമാൻ ചോദിക്കും, ഖദീജ, നിനക്കിത് താങ്ങാൻ കഴിയുമോ? അതിന് ഖദീജ പറയുന്നൊരു മറുപടി ഉറൂബ് എഴുതിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റണില്ലേ? അപ്പോൾ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെ അല്ലേ? എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റണില്ലേ? അപ്പോൾ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെ അല്ലേ? അതിനടിയിൽ ഉറൂബ് ഒരു വാചകം കൂടി എഴുതി, ആ നിമിഷത്തിലേതുപോലെ അത്രയും സുന്ദരിയായി അയാൾ ആ കുടുംബിനിയെ അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനൊരു കോളേജിൽ പോയിട്ട് ഈ സന്ദർഭം വിസ്തരിച്ചു. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല, അവയെ ജീവിതമാക്കാൻ ഒരുങ്ങുന്ന ഒരു ടൗൺഷിപ്പുണ്ട്, ബെക്കോറ സ്കൈ സിറ്റി. മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് പൊന്നാനിയിൽ ഉയരുന്ന വേൾഡ് ക്ലാസ് ഭാവിയെ മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത ഒരു പ്രീമിയം ടൗൺഷിപ്പ്. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റ് മാത്രമല്ല, സുരക്ഷയും സൗകര്യവും സന്തോഷവും ഒരുമിക്കുന്ന ഒരു കംപ്ലീറ്റ് ലക്ഷറി ടൗൺഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ കുട്ടികളുടെ ബാല്യവും മാതാപിതാക്കളുടെ സമാധാനവും നിങ്ങളുടെ നാളെയുടെ ലൈഫ് സ്റ്റൈലും ഒരേ അഡ്രസ്സും. ബെക്കോറ സ്കൈ സിറ്റി, where life comes together. Book your dream home today.